It's tail frog, let's fly, let's fly. Eight's tail frog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിത് കാണാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയിട്ടുള്ള ഓരോ എന്ന സിനിമയാണ്. അപ്പൊ ഇങ്ങനെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's tail frog. വർഷം 1538. കാടിന് നടുവിലായിട്ട് ഒരുത്തൻ ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ? ഇവന്റെ പേര് മാർട്ടിൻ എന്നാണ്. ഇവരുടെ നാട്ടിലെ രാജാവിന്റെ സോൾജർ ആയിട്ടായിരുന്നു ഇവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ട്രഷർ തേടിയിട്ട് ഒരു സംഘം പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവനിപ്പോ അവരുടെ കൂടെ വന്ന് ജോയിൻ ചെയ്തതാണ്. ഈ ഒരു ടീമിലുള്ള എല്ലാവരും തന്നെ പല പല നാട്ടിൽ നിന്നും പല പല ട്രൈബിൽ നിന്നും ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്ന് ചേർന്നതാണ്. ഇവൻ ഈ ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ട് ഏകദേശം ഇപ്പൊ 100 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവൻ കൊന്ന കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 150ന്റെ മുകളിൽ വരും. എല്ലാം ആ ഒരു ട്രഷറിന് വേണ്ടി മാത്രമാണ്. ഇവർ തെരഞ്ഞു പോകുന്ന ആ ഒരു ട്രഷർ വില്ലേജിലെ ബിൽഡിങ്ങുകളുടെ മേൽക്കൂര വരെ സ്വർണത്തിലാണ് നിർമ്മിച്ചത് എന്നൊക്കെയാണ് ഇവർ കേട്ടിട്ടുള്ളത്. ഈ ഒരു വില്ലേജിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു കാട്ടിന്റെ ഉള്ളിൽ കൂടിയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു കാടിന്റെ ഉള്ളിൽ ഒരുപാട് അപകടങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് ഈ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരുപാട് ആളുകളെയും കൊല ചെയ്തിട്ടാണ് ഇവര് മുന്നേറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇവരെ അയച്ചിട്ടുള്ളത് ആ ഒരു നാടിന്റെ രാജാവാണ്. ഇവർക്ക് കിട്ടുന്നതിൽ 5-1 പങ്ക് രാജ്യത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും ശരിയായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തില് ഉത്സാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ രാജാവ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവന്റെ കയ്യിൽ എപ്പോഴും ഒരു ഡയറി ഉണ്ടാവും. ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ അവൻ അതിൽ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത് ഗവർണർ ലിൻഡൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇദ്ദേഹം മിലിറ്ററിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ റിട്ടയർ ആയതിനു ശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ട്രഷർ തേടി പോകുന്നത്. ഇയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള പല ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായിട്ട് ഒരു സെർവന്റ് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് കൃത്യമായിട്ട് അവൻ ചെയ്യുമായിരുന്നു. ജനറൽ ഈ ഒരു യാത്രയ്ക്ക് പോരുന്ന സമയത്ത് ബോറടിക്കാതിരിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള അവളുടെ പേര് ഡോഫി എന്നാണ്. അവളെ കാണാനായിട്ട് വളരെ ഭംഗിയായിരുന്നു. അതുമാത്രമല്ല തീരെ പ്രായം ഉണ്ടായിരുന്നില്ല അവൾക്ക്. ഈ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ അവളെ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ഒരു ഗവർണർ മെൻഡോസയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ജോൺ ആണ്. ഈ ഒരു ഗ്രൂപ്പിനെ മുഴുവനായിട്ട് ലീഡ് ചെയ്യുന്നത് ഗവർണർ ആണെങ്കിൽ പോലും മെയിനായിട്ട് യുദ്ധവും അറ്റാക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ജോൺ തന്നെയാണ്. രാജാവ് നേരിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ട്രൈബും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ട്രൈബിന്റെ ലീഡർ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടുള്ള വളരെ ധീരനായിട്ടുള്ള മറ്റൊരു ജനറൽ ആയിരുന്നു. ഇതേപോലെയുള്ള ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് കുമ്പസരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു പാസ്റ്ററിനെയും രാജാവ് ഇവരുടെ കൂടെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തോന്നുന്നത് പോലെ ഓരോ ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ട്. എന്നാൽ ആർക്കും തന്നെ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഇവരുടെ ആ ഒരു ടീം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ പോയിട്ട് ഒരു പ്രത്യേക ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോ ഇവരുടെ കൂടെയുള്ള ഒരാൾക്ക് എന്തോ ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബാക്കിയുള്ളവരോട് നിൽക്കാനായിട്ട് പറയാണ് അയാള്. അവനിപ്പോ ഈ ഒരു കാര്യം നേരെ സർജന്റിനോട് പറയുന്നുണ്ട്. സർജന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാങ്ങിന്റെ ഏറ്റവും ബാക്കിലേക്ക് ഒരാളെ പറഞ്ഞു വിടുകയാണ്. പുറകിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അറിയാനായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. എന്നാൽ ഇവൻ പുറകോട്ട് പോയ അതേ സമയത്ത് തന്നെ കാട്ടുവാസികള് അവന്റെ കഴുത്തില് ഒരു വള്ളി കുരുക്കിയിട്ട് അവനെ അവിടെ വെച്ച് തന്നെ തൂക്കി കൊന്നുകളയാണ്. പുറകിൽ പോയിട്ടുള്ള ഇവൻ മരിച്ചു എന്ന് അറിഞ്ഞിട്ടും അവര് ഒട്ടും ഭയമില്ലാതെ ഇപ്പൊ മുന്നോട്ട് തന്നെ പോവാണ്. അങ്ങനെ ഇവർ പോകുന്നതിന്റെ ഇടയിൽ തൊട്ട് മുന്നിലായിട്ട് ഒരു പുഴ മുറിച്ച് കിടക്കേണ്ടതായിട്ട് വരികയാണ്. ഈ ഒരു പുഴയ്ക്ക് എന്തോ ഒരു ആഴം ഉണ്ടെന്നോ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അപകടം ഉണ്ടെന്നോ ഒന്നും ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരാളെ ആദ്യം ഈ ഒരു പുഴയിലേക്ക് ഇറക്കുകയാണ്. അവൻ ഈ ഒരു പുഴയിൽ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഒരു മുതല വന്നിട്ട് അവനെ കടിച്ചു വലിച്ച് ആ ഒരു പുഴയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ ഒരു പുഴ മുറിച്ച് കിടക്കാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനറൽ ഇപ്പോ ആരാണ് ആദ്യം പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ജോണും സർജന്റും ആ ഒരു കാര്യം ഏറ്റെടുക്കുന്നുണ്ട്. തൊട്ടുമുന്നിൽ ഇവരുടെ ഡോഗിനെ വിട്ടതിന് ശേഷം കയ്യിൽ കത്തിയും തോക്കൊക്കെ ആയിട്ട് അവരിപ്പോ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇവർക്ക് പിന്നാലെ ബാക്കിയുള്ള ആളുകളും ഇപ്പൊ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങനെ ഇവർ പോകുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ആ ഒരു മുതല ഇവരെ വീണ്ടും ആക്രമിക്കാനായിട്ട് വരികയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് എല്ലാവരും തോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മുതലേനെ അവരിപ്പോ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ ഒരു വിധത്തില് അവർ ആ ഒരു പുഴയൊക്കെ കടന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു സമയമായപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ക്യാമ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം യാത്ര തുടരാന്ന് അവർ തീരുമാനിക്കുകയാണ്. ഇപ്പോ ജേണൽ എഴുതാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് രാജാവ് പറഞ്ഞു വിട്ടിട്ടുള്ള ഉത്സാമ എന്ന് പറഞ്ഞിട്ടുള്ള ആള് അവൻ ഈ ഒരു ഗ്രൂപ്പിനെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. നമ്മൾ വരുന്ന സമയത്ത് ആദിവാസികള് കയറിൽ തൂക്കിയിട്ട് ഒരാളെ കൊന്നിട്ടുണ്ട്.
അത് മാത്രമല്ല ആ ഒരു പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രണ്ടുപേരും മരിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഇന്ന് 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ഈ ഒരു ട്രഷർ കണ്ടുപിടിക്കാനായിട്ട് ഇവർ ഈ ഒരു ഗ്രൂപ്പിൽ ചേർന്ന സമയത്ത് തന്നെ ആ ഒരു ട്രഷർ കണ്ടുപിടിച്ച് കഴിയുന്ന സമയത്ത് അവർ ജീവനോടെ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആർക്കാണ് കിട്ടണമെന്നൊക്കെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മുതല കൊണ്ടുപോയ രണ്ടുപേരും അവരവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആദിവാസികൾ കയറിൽ തൂക്കി കൊന്നിട്ടുള്ള അവനാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രഷർ കണ്ടുപിടിക്കുന്ന സമയത്ത് ആരൊക്കെയാണോ ജീവനോടെ ഇരിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് അവന്റെ പങ്ക് പങ്കിട്ട് പോകുന്ന ഉത്സാമ ഇപ്പൊ പറയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവന്റെ ഡയറിയിൽ ഇപ്പൊ എഴുതി വെക്കുന്നുണ്ട്. അന്ന് രാത്രി ഇവരെല്ലാരും ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെർജന്റിന്റെ ടീമിലുണ്ടായിരുന്ന രണ്ടുപേര് ഡോഫിനെ പറ്റിയിട്ട് പല കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്കൊരു കാര്യം അറിയോ, ഗവർണർ ഏതോ ഒരു ബ്രോത്തലിൽ നിന്നാണ് ഡോഫിനെ കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ അവളെ പറ്റിയിട്ട് ഭയങ്കര മോശമായിട്ടാണ് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഇതേ സമയത്ത് തന്നെ സെർജന്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങിക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗവർണറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ടെന്റിനടുത്തായിട്ട് ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ സെർവന്റിന്റെ അടുത്ത് മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അദ്ദേഹം അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. ടീമിലുണ്ടായിരുന്ന മറ്റാളുകളൊക്കെ കിടക്കാനായിട്ട് തയ്യാറെടുക്കുമായിരുന്നു. ഇതിനിടയിൽ ജോണിന്റെ നായ എന്തോ ഒരു മണം പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് കുരച്ചിട്ട് ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് തന്നെ ഓടി പോവാണ്. ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടെ ഈ ഒരു നായ പോയ ഭാഗത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം നായ ആരെയോ പേടിപ്പിച്ച് ഈ ഒരു ഭാഗത്തേക്ക് ഓടിച്ചു വിടുന്നുണ്ട്. സെർജന്റ് ഇപ്പോ കത്തിയായിട്ട് അവന്റെ നേരെ ചാടി വീഴാണ്. നീ ആരാണ്, എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ രാജാവ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് ഗവർണറിനെ കാണണം, അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇത് കേട്ടിട്ട് ഗവർണർ ഇപ്പൊ അങ്ങോട്ടേക്ക് വരികയാണ്. അവനൊന്നും ചെയ്യലേ, അവൻ എന്റെ ആളാണ്, അവൻ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് ആ ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇവൻ എന്തോ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നതെന്നുള്ളത് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും എന്തായിരിക്കും ആ ഒരു കാര്യം എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ഇപ്പൊ നമ്മുടെ സർജൻ ആണെന്നുണ്ടെങ്കിൽ മാർട്ടിനെ വിളിക്കുകയാണ്. നിന്റെ ഫ്രണ്ട് അല്ലേ ഗവർണറിന്റെ വൈഫായിട്ടുള്ള ആ ഒരു ഡോഫിയുടെ സെർവന്റ്, അവളെ വിളിച്ചിട്ട് എന്താണ് അവരവിടെ സംസാരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് പറയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ജോൺ വന്നിട്ട് എല്ലാവരോടും പുറപ്പെടാനായിട്ട് പറയാണ്. എന്നാൽ ഇവൻ പറയുന്നത് കേട്ടിട്ട് ആരും അവിടെ നിന്ന് എണീക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ മാർട്ടിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഗവർണറോട് സംസാരിക്കണം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗവർണർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട്. ആരാടാ എന്നെ പേരെടുത്ത് വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അയാൾ അവിടെ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, വേഗം യാത്രയ്ക്ക് പുറപ്പെടുമെന്ന് അയാൾ ഇപ്പൊ പറയാണ്. ഇപ്പൊ സെർജന്റും അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർ പറയുന്നത് ശരിയാണ്, ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി മുന്നോട്ടേക്ക് വരുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഗവർണർ ഇപ്പോ അവരോട് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഇന്നലെ രാത്രി ഒരാള് നിങ്ങളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ, അയാള് എന്ത് വാർത്തയായിട്ടാണ് വന്നത്, അത് ഞങ്ങൾക്ക് അറിയണം. ഇവർ ഈ ഒരു ട്രഷർ തേടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഇവരുടെ നാട്ടില് പുതിയതായിട്ട് ഒരു വൈസ്രോയ് വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ ഒരു ടീമിനെ ഈ ഒരു കാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അവരുടെയും ലക്ഷ്യം ആ ഒരു ട്രഷർ വില്ലേജ് ആണ്. എന്നാൽ ആദ്യമായിട്ട് വൈസ്രോയ് ചെയ്യാൻ പോകുന്നത് അവരിവിടെ വന്നിട്ട് ഗവർണർ ആയിട്ടുള്ള മെൻഡോസയെ കൊന്നിട്ട് ഈ ഒരു ടീമിനെ മുഴുവനും അവരുടെ ഗ്യാങ്ങിലേക്ക് ചേർക്കും. അതിനുശേഷം ആ ഒരു ട്രഷർ കണ്ടുപിടിച്ചിട്ട് എല്ലാം ഒറ്റയ്ക്ക് തന്നെ വൈസ്രോയ് കൈക്കലാക്കും. അതാണ് അവരുടെ പ്ലാന് എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ജോൺ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ആ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. അവരിവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരും തന്നെ അവർ കൊന്നുകളയും. നിങ്ങൾക്ക് ഞാനൊരു ചോയ്സ് തരാന്ന് പറഞ്ഞിട്ട് ജോൺ അവന്റെ വാള് വെച്ചിട്ട് അവിടെ ഒരു വര വരയ്ക്കുകയാണ്. ഗവർണർ മെൻഡോസയുടെ കൂടെ ഇനിയും മുന്നോട്ടേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഒരു വരയുടെ ഇപ്പുറത്തേക്ക് വരാനായിട്ട് പറയാണ്. ഇപ്പോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആളുകളെല്ലാവരും തന്നെ ഈ ഒരു വര താണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഗവർണറുടെ വൈഫായിട്ടുള്ള ഡോഫിയ ഗവർണറിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങളല്ലേ ഈ ഒരു കൂട്ടത്തിനെ നയിക്കുന്നത്, എന്നാൽ എപ്പോ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ജോണാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും അവനാണ്. നിങ്ങൾ ഇനിയെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൈവിട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് അവളിപ്പോ ഗവർണർക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഗവർണറുടെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോ. എന്നാൽ രാജാവിന്റെ ജോലിക്കാരനായിട്ടുള്ള ഉത്സാമ മാത്രം അവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ സെർജന്റ് പറയുന്നുണ്ട് ഇവനെ മാത്രം നമ്മൾ ഇവിടെ വിട്ടിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാജാവിന്റെ ഉത്തരവ് നമ്മൾ പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ജേണലിൽ എഴുതി വെക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ രാജ്യദ്രോഹികളായിട്ട് മുദ്രകുത്തും. ഇത് കേട്ട മാർട്ടിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉത്സാമേനെ വിളിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും രാജാവിന്റെ വിശ്വസ്തരാണെന്ന് തെളിയിക്കാനായിട്ട് കിട്ടുന്ന ഗോൾഡിന്റെ 5/2 ഭാഗം നമ്മൾ രാജാവിനായിട്ട് മാറ്റിവെക്കാനായിട്ട് പോവാണ്. ഇത് എന്റെ ഒരു പ്രപ്പോസലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പോ ഉത്സാമ ചാടി എണീക്കുന്നുണ്ട്. ഈ ഒരു സോൾജർ പറയുന്ന കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരോടും അവനിപ്പോ വിളിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും തന്നെ ഇപ്പൊ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഉത്സാമയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നോട്ടില് വിശദമായിട്ട് തന്നെ എഴുതുന്നുണ്ട്. ഓക്കെ വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവനും ഇപ്പൊ ഇവരുടെ കൂടെ തന്നെ ചേരുകയാണ്. അങ്ങനെ ഇവർ ആ ഒരു യാത്ര മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ട്രൈബ്സ് ഇവരെ നേരെ അറ്റാക്ക് ചെയ്യാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ യുദ്ധം ചെയ്തിട്ട് അവരെയൊക്കെ കൊന്നു കളയുന്നുണ്ട്. എന്നാൽ ലേഡീസിനെ മാത്രം അവർ തടവുകാരായിട്ട് പിടിച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു ലേഡീസിന് വേണ്ടിയിട്ട് ഇവരുടെ ടീമിലുള്ള ആൾക്കാർ തമ്മിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ജനറൽ അങ്ങോട്ടേക്ക് വരികയാണ്. പിടിച്ചു വെച്ചിട്ടുള്ള ലേഡീസിനെ മുഴുവനും റിലീസ് ചെയ്യാനായിട്ട് അദ്ദേഹം ഉത്തരവിടുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അയാളിപ്പോ ജനറലിന് നേരെ പാഞ്ഞടുക്കുന്നുണ്ട്. നിങ്ങൾ വൈഫിനെയും കൂട്ടിയിട്ടാണ് ഈ ഒരു യാത്രയ്ക്ക് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ ഗവർണറോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇപ്പോ ഗവർണർക്കും നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോണിനെ വിളിച്ചിട്ട് അവനെ കൊന്നു കളയാൻ തന്നെ ഗവർണർ ഉത്തരവിടുകയാണ്. അതും വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നു കളഞ്ഞോ, പക്ഷേ ഒരു യോദ്ധാവിന് ചേർന്ന രീതിയിൽ ഒരു വാള് വെച്ച് എന്റെ കഴുത്ത് വെട്ടി കൊല്ലാനാണ് അയാൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഗവർണർ അവനെ ആ ഒരു പ്രാകൃതമായിട്ടുള്ള രീതിയിൽ തന്നെ കൊല്ലാനായിട്ട് പറയാണ്. അന്ന് രാത്രി അവർ ക്യാമ്പ് ചെയ്ത സമയത്ത് ഗവർണറുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു സെർവൻ ഉണ്ടായിരുന്നില്ലേ, അവനിപ്പോ ഇവർക്ക് വഴി കാട്ടുന്ന ആ ഒരു ട്രൈബിലെ ആളെ വിളിച്ചിട്ട് അവരുടെ ഭാഷ പഠിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡോഫിയ ടെന്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അവളുടെ സെർവന്റ് തുണിയൊക്കെ നനച്ച് അവളുടെ ശരീരമൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഇപ്പൊ ഡോഫി ആണെന്നുണ്ടെങ്കിൽ പുറത്തിരിക്കുന്ന മാർട്ടിനെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അവൾക്ക് അവനോട് ചെറിയ രീതിയിലുള്ള ക്രഷ് വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം കണ്ടിട്ടുള്ള സെർവന്റ് അവളുടെ തല പിടിച്ച് തിരിക്കുകയാണ്. നീ അവനെ നോക്കിയിരിക്കുന്ന കാര്യം ഗവർണർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിയൊന്നും എടുക്കണ്ട. ഇപ്പോ അവൾ ആ ഒരു കർട്ടൻ വലിച്ചിടാണ്. പിറ്റേ ദിവസം രാവിലെ ആ ഒരു യാത്ര അവർ വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവളുടെ കാലില് ഒരുപാട് അട്ടകൾ കടിക്കുന്നുണ്ട്. ഡോഫി ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അവളുടെ സെർവന്റിനെ കൊണ്ട് ഈ ഒരു അട്ടകളെയൊക്കെ എടുത്ത് കളയിക്കുന്നുണ്ട്. ഇവളിങ്ങനെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഈ ഒരു സർജന്റിന്റെ ടീമിൽ പെട്ടിട്ടുണ്ടായിരുന്ന ഒരാള് അവളെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സർജന്റ് കാണാണ്. ഇന്നലെ ഒരുത്തനെ കഴുത്ത് മുറുക്കി കൊല്ലുന്നത് നീ കണ്ടല്ലേ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിയൊന്നും എടുക്കണ്ട. ആ ഒരു കാര്യങ്ങളൊക്കെ ഇയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗണ്ണ് ഫയർ ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ജോണിന് മനസ്സിലായി ഇവരെ ട്രാക്ക് ചെയ്ത് വരുന്ന ആ ഒരു വൈസ്രോയുടെ ടീം ഇവിടെ അടുത്ത് എവിടെയോ എത്തിയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 3-4 പേരെ കയ്യിൽ തോക്കൊക്കെ ആയിട്ട് ഇവർ പോകുന്നതിന്റെ തൊട്ട് പുറകില് കാവലായിട്ട് നിർത്തുന്നുണ്ട്. ഇവരുടെ കൂടെ ജോണിന്റെ ആ ഒരു വേട്ടപ്പട്ടി ഉണ്ടായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ആ ഒരു വേട്ടപ്പട്ടി ഒരു ട്രൈബിൽപ്പെട്ട ഒരാളെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരുടെ ടീമിന് വഴികാട്ടുന്ന ആ ഒരു ട്രൈബിൽ ആളുണ്ടായിരുന്നല്ലേ, അതേപോലെ തന്നെ വൈസ്രോയുടെ ടീമിനെ വഴികാട്ടുന്ന ഒരാളാണത്. ഗവർണർ മെൻഡോസയുടെ ടീമിലുള്ള ആ ഒരു ട്രൈബിലുള്ള ആളെ കൊണ്ട് ഇപ്പൊ ഇവർ പിടിച്ചുകൊണ്ട് വന്ന ഈ ഒരാളോട് സംസാരിപ്പിക്കുകയാണ്. ഇവര് തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം എല്ലാം അവൻ ശരിവെക്കുകയാണ്. കാര്യം എന്താന്നുള്ളത് ഗവർണർ ഇപ്പൊ ചോദിക്കുകയാണ്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ മരിച്ചതിന് ശേഷം നിന്റെ ഭാര്യനെ ഞാൻ തേടി കണ്ടുപിടിക്കും, അവളെ ഞാൻ എടുക്കും. നീ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളെ വിട്ടേക്കാന്ന് പറയാണ്. ഇത് കേട്ട ഇയാള് പേടിച്ചിട്ട് സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പുറകിൽ വരുന്ന ടീമിന്റെ ഡീറ്റെയിൽസ് അവൻ വിശദീകരിച്ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ ഇവരെക്കാളും ഒരു ദിവസം പുറകിലാണ്. ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മെൻഡോസ അയാളെ അവിടെ വെച്ച് തന്നെ കുത്തി കൊല്ലുന്നുണ്ട്. ഇപ്പൊ സെർജന്റും ടീമും വഴികാട്ടുന്ന ആ ഒരു ട്രൈബൽ മനുഷ്യനോട് അവര് നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അറ്റാക്ക് ചെയ്യാന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ അയാൾ പറയാണ്, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് നമ്മൾക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് തരുന്നത്. അതുകൊണ്ട് തന്നെ അവര് നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഉയർന്ന പ്രദേശമുണ്ട്. അവര് നമ്മളറിയാതെ മലയുടെ മറ്റേ സൈഡിൽ കൂടെ കയറി വരും. അതിനുശേഷം അവർ മലയുടെ മുകളിലും നമ്മൾ താഴെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് അറ്റാക്ക് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. ഇതിനൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. അവർ നോക്കുന്ന സമയത്ത് നമ്മൾ അവിടേക്ക് പോകുന്ന രീതിയിൽ പോയിട്ട് പെട്ടെന്ന് റൈറ്റ് എടുത്തിട്ട് ഈ ഒരു മലയുടെ സൈഡിൽ കൂടെ നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങണം എന്ന് പറയാണ് അയാള്. എന്നാൽ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവരിങ്ങനെ റൈറ്റ് എടുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രൈബൽസ് താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ കൂടെയാണ് പോകേണ്ടി വരിക. വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ആ ഒരു വഴി സ്വീകരിക്കുകയാണ്. ഇപ്പൊ ഇവർ പോകുന്നതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ഒരു ട്രൈബലിൽ ഉണ്ടായിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഇപ്പൊ മിണ്ടാതിരിക്കാൻ പറയാണ്. എന്നിട്ട് അവൻ ചുറ്റും കണ്ണോടിച്ച് നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവര് നിൽക്കുന്നതിന്റെ തൊട്ടു മുന്നിലേക്ക് ഒരു അമ്പ് പാഞ്ഞു വന്ന് കുത്തുകയാണ്. ഇത് കണ്ടിട്ട് ജോൺ ആണെന്നുണ്ടെങ്കിൽ അവന്റെ തോക്ക് പുറത്തെടുക്കുന്നുണ്ട്. ഇപ്പൊ വഴികാട്ടി പറയാണ്, അവര് നമ്മളെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടല്ല ഈ ഒരു അമ്പ് ചെയ്തിട്ടുള്ളത്. കൊല്ലണം എന്ന് വിചാരിച്ചിട്ടായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് കണ്ണിലേക്ക് തന്നെ അമ്പ് ചെയ്തേനെ. ഇതിപ്പോ അവർ നമ്മളെ കണ്ട് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യില്ല എന്ന് അവൻ പറയാണ്. ഇപ്പോ എല്ലാവരും തന്നെ വളരെ ശാന്തമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്ന സമയത്ത് ഇപ്പൊ ഡോഫിയോട് അവളുടെ സെർവന്റ് പറയാണ്, നമ്മുടെ പുറകെ വരുന്ന ആളുകള് ഏകദേശം നമ്മുടെ അടുത്ത് എത്താനായിട്ടുണ്ട്. അവരിവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കൊല്ലുന്നത് മെൻഡോസനെ ആയിരിക്കും. അവർ നിന്നെ പിടിച്ചു വെക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടത്തിൽ നിന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ നീ ഇപ്പോഴേ കണ്ടുവെച്ചോളാൻ പറയാണ്. ഇപ്പൊ ഡോഫിയ വിശ്രമിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ആ ഒരു സെർവന്റ് മാർട്ടിനോട് അങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവനെ നേരെ മെൻഡോസിന്റെ അടുത്ത് കൊണ്ടിരുത്തിയിട്ട് അവനോട് ഓരോരോ കാര്യങ്ങളൊക്കെ അവളിപ്പോ സംസാരിക്കുന്നുണ്ട്. അവനോട് അവൾ കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കുകയാണിപ്പോ. അങ്ങനെ സംസാരിച്ച് ഡോഫിയ ഒരു വിധത്തില് അവനെ വളച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ജോൺ അങ്ങോട്ടേക്ക് വന്നിട്ട്, ഇവിടെ എന്താ നിങ്ങൾ മാത്രം മാറിയിരുന്ന് സംസാരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഇവന്റെ വില്ലേജിനെ പറ്റി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡോഫിയ നൈസായിട്ട് അവിടെ നിന്ന് പോവാണ്. അവൾ പോയ ഉടനെ തന്നെ ജോൺ മാർട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട്, അവൾ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയാലോ, അവൾ നമ്മുടെ ക്യാപ്റ്റന്റെ വൈഫാണ്. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ജോൺ ഇപ്പോ അവന്റെ അടുത്ത് ചൂടാവാണ്. ഇതേ സമയത്ത് തന്നെ സെർജന്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓഹോ, അവൻ ക്യാപ്റ്റൻ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും നിനക്കും ക്യാപ്റ്റൻ ആയിരിക്കുമല്ലോ. ഇവൻ എന്റെ ടീമിൽപ്പെട്ട ആളാണ്, അത് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സെർജന്റ് അവനെ രക്ഷപ്പെടുത്താണ്. ആ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് നീ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ സൂക്ഷിച്ചും കണ്ടും മര്യാദയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാന്നൊക്കെ അയാളിപ്പോ അവനെ വാൺ ചെയ്യുന്നുണ്ട്. അന്ന് വൈകുന്നേരം മാർട്ടിന്റെ ഫ്രണ്ട് ഡോഫിയുടെ സെർവന്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ അവളുടെ ഡ്രസ്സിന്റെ അടിയിൽ നിന്നും ഒരു പാമ്പ് പുറത്തു വരികയാണ്. ഇത് കണ്ടിട്ട് അവളെ രക്ഷപ്പെടുത്താനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ആ ഒരു സമയപ്പോഴത്തേക്കും പാമ്പ് അവളെ കടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിഷമുള്ള ഒരു പാമ്പായതുകൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്നും ഇപ്പൊ നൂരയും പതയൊക്കെ പുറത്തു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അവൾ മരിക്കുകയാണ്. ഈ ഒരു കാര്യം കണ്ടിട്ട് സോഫിയക്ക് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഈ ഒരു കൊടും കാട്ടില് ഇത്രയും ആളുകളുടെ ഇടയ്ക്ക് അവൾക്ക് ഒരു ആശ്വാസം ആ ഒരു സെർവന്റ് മാത്രമായിരുന്നു. എന്നാൽ അവളും ഈ ഒരു സമയപ്പോഴത്തേക്കും മരിച്ചു പോയിട്ടുണ്ട്. അവളിപ്പോ ഈ ഒരു സെർവന്റിന്റെ ശരീരം ആചാര
മര്യാദയോടെ കുഴിച്ചിടാനായിട്ട് പറയാണ്. എന്നാൽ സെർജന്റിന്റെ ടീമിലുണ്ടായിരുന്ന ഒരാള് ഇപ്പൊ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അത് ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. നമ്മുടെ തൊട്ടുപുറകില് നമ്മളെ കൊല്ലാനായിട്ട് ഒരു ടീം തന്നെ വരുന്നുണ്ട്. ആ ഒരു പേരും പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടുള്ള ആൾക്കാർ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെയും അവർക്ക് വേണ്ട ആ ഒരു ആചാര മര്യാദ കൊടുത്തിട്ട് കുഴിച്ചിടാനായിട്ട് സമ്മതിക്കാറില്ലല്ലോ. പിന്നെ ഇവളുടെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ അവനിപ്പോ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് അവൾ നേരെ ഗവർണറുടെ അടുത്തേക്ക് പോയിട്ട് അവളെ തീർച്ചയായിട്ടും കുഴിച്ചിടണമെന്ന് പറയാണ്. അയാളിപ്പോ അതിന് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട സോൾജർ ആണെന്നുണ്ടെങ്കിൽ ഗവർണർ നോക്കിയിട്ട് വളരെ പുച്ഛത്തിൽ സംസാരിക്കുകയാണ്. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആ ഒരു സോൾജേഴ്സിനെയൊക്കെ കഴുത്ത് ജനിച്ച് കൊല്ലാനായിട്ട് ഓർഡർ ചെയ്യല്ലോ. എന്നാൽ ഭാര്യയുടെ താളത്തിന് തുല്ലാനായിട്ട് നിങ്ങൾക്ക് നാണമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ ഇപ്പൊ കളിയാക്കാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ഗവർണർ അവന്റെ മുഖത്തേക്ക് തന്നെ അവനെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോ അവനും നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ അവനും ഗവർണറും തമ്മിൽ ഇപ്പൊ ഒന്നും തള്ളു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലേക്ക് സർജൻ വന്നിട്ട് അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവൻ അവിടുന്ന് മാറാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള വാള് വെച്ചിട്ട് അവന്റെ കാലിലേക്ക് തന്നെ സർജൻ ഇപ്പൊ കുത്തുന്നുണ്ട്. അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അപ്പോഴേക്കും ഗവർണർ അവനെ കൊല്ലാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പറയുന്നതിന് മുന്നേ തന്നെ ജോൺ അവന്റെ കത്തിയുമായിട്ട് ചാടി വീണിട്ട് നെഞ്ചിലേക്ക് തന്നെ ആ ഒരു കത്തി കയറ്റിയിട്ട് അവനെ കൊന്നു കളയാണ്. ഈ ഒരു കാര്യം കണ്ടിട്ട് സർജന്റിന്റെ ടീമിലുണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ ഇപ്പൊ ദേഷ്യം പിടിക്കുകയാണ്. അവരൊക്കെ തന്നെ ജോണിനെ അടിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ സെർജന്റ് ഇവരെ എല്ലാരും തന്നെ പിടിച്ചു വെക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ആ ഒരു പ്രൈസ്റ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാൾ നേരെ സെർജന്റിനോട് പറയാണ്, നിങ്ങളുടെ സോൾജേഴ്സിന്റെ ശരീരത്തിലെല്ലാം സാത്താൻ കുടിയേറിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുമ്പസരിച്ചില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൂടുതൽ വഷളാവുന്നെന്ന് അയാൾ ഇപ്പൊ പറയാണ്. ഇത് കേട്ടിട്ട് സർജന്റിന് നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇനി ഒരു അക്ഷരം നീ മിണ്ടിയാല് നിന്റെ കഴുത്തിൽ തന്നെ ഞാൻ കത്തികേറ്റെന്ന് പറഞ്ഞ് സർജന്റ് അവിടുന്ന് പോവാണ്. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു യാത്ര അത് വീണ്ടും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരുടെ പുറകിൽ വരുന്നുണ്ടായിരുന്ന വൈസ്രോയും ടീമും കൂടുതൽ അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ജോണിന് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ ജോൺ ഇപ്പോ രണ്ടാളുകളെ പുറകോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ഇവർ പോകുന്ന ഡയറക്ഷനിൽ നിന്നും ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് അവരോട് പോകാനായിട്ട് പറയാണ്. പോകുന്ന വഴിയിൽ തന്നെ ചെറിയ ചെറിയ തീക്കുണ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് പുക മുകളിലേക്ക് ഉയർത്തണം. ഇത് കാണുന്ന വൈസ്രോയും ടീമും ആ ഒരു ഡയറക്ഷനിലേക്കാണ് ഇവർ പോയെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോയിക്കോളെന്ന് പറയാണ്. അങ്ങനെ ഓരോരോ ട്രിക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ട് അവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇതിനിടയിൽ ഇവരുടെ ടീമിന്റെ ഇടയിൽ തന്നെ ഗവർണറോടുള്ള എതിർപ്പ് കൂടുതൽ ശക്തമായി വരികയായിരുന്നു. സ്വന്തം ഭാര്യയുടെ വർത്തമാനം കേട്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാള് ആ ഒരു നിലയിലാണ് എല്ലാവരും ഇപ്പൊ അയാളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരം ജോൺ ഉപയോഗിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അവനിപ്പോ നമ്മുടെ മാർട്ടിനെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് പറയുന്നുണ്ട്, നമ്മളൊരു കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് മുങ്ങാൻ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഉള്ളിലുള്ള വെയിറ്റ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഉള്ളിലുള്ളത് എത്ര വിലയുള്ള ഗോൾഡ് ആണെങ്കിലും ശരി തൂക്കിയെടുത്ത് വെള്ളത്തിൽ കളയാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജോണ് മാർട്ടിനെ ഗവർണറിനെ കൊല്ലുന്നതിനായിട്ട് ചട്ടം കേട്ടുകയാണ്. എന്നാലും മാർട്ടിൻ അവനത് ചെയ്യില്ല എന്ന് തന്നെ തീർത്ത് പറയാണ്. നീ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട, എന്നാൽ എന്റെ വഴിക്ക് അങ്ങനെ തടസ്സം നിൽക്കാനായിട്ട് നീ വന്നെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കഥയും ഞാൻ തീർക്കുന്നവൻ പറയുന്നുണ്ട്. ഇപ്പൊ ജോൺ വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തതിനു ശേഷം നാളെ രാവിലെ പോവാന്ന് എല്ലാവരോടും പറയാണ്. ഈ ഒരു സമയത്ത് ഇവർക്ക് വഴികാട്ടി കൊടുക്കുന്ന ആള് നമ്മുടെ മാർട്ടിനെ വിളിച്ചിട്ട് കാടിന്റെ വേറൊരു ഭാഗത്ത് കൊണ്ട് ഇരുത്തുകയാണ്. ഇവനിപ്പോ എന്തിനാണ് എന്നെ ഇവിടെ ഇരുത്തിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾ പറയാണ്, നമ്മുടെ ക്യാമ്പിൽ ഇപ്പൊ ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നീ അവിടെ ഉണ്ടെങ്കിൽ നീ ഓവറായിട്ട് റിയാക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർജന്റ് നിന്നെ അവിടുന്ന് മാറ്റാനായിട്ട് എന്നോട് പറഞ്ഞത്. ഇപ്പൊ ടെന്റിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ഗവർണർക്ക് എന്തോ ഒന്ന് തെറ്റായിട്ട് സംഭവിക്കാനായിട്ട് പോകുന്നുണ്ടെന്നുള്ള ആ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ വൈഫായിട്ടുള്ള ഡോഫിനെ അവസാനമായിട്ടൊന്ന് നോക്കിയതിനു ശേഷം അയാൾ ആ ഒരു ടെന്റ് വിട്ട് പുറത്തേക്ക് വരാണ്. പുറത്തിറങ്ങി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും പുറത്ത് തന്നെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഗവർണർ മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്ത് എല്ലാവരും കൂടി മെല്ലെ അടുത്തേക്ക് വരികയാണ്. എന്തെങ്കിലും പറയുന്നതിന് മുന്നേ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ ഗവർണറുടെ കഴുത്തിലേക്ക് തന്നെ കത്തിയിറക്കുകയാണ്. അങ്ങനെ ഗവർണറിനെ കൊന്നിട്ട് ജോണിപ്പോ ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ ആയതിനു ശേഷം ഗവർണറുടെ ശരീരം കുഴിച്ചിടാനായിട്ട് പറഞ്ഞിട്ട് ജോണിപ്പോ ടോഫി ഇരിക്കുന്ന ആ ഒരു ടെന്റിലേക്ക് വന്ന് കയറുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ജേണൽ എഴുതുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗവർണറെ ആര് കൊന്നു, എന്തിനു കൊന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അയാൾ എഴുതുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഇവർ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ പോകുന്നതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വിഷ അമ്പ് അത് പാഞ്ഞു വന്നിട്ട് ജോണിന്റെ ഡോഗിനെ കൊല്ലുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ആപത്തുകളും കടന്നിട്ട് അവര് കുറെ ദൂരം മുന്നോട്ടേക്ക് സഞ്ചരിച്ചു പോവാണ്. ഒരു ദിവസം ക്യാമ്പിലിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മാർട്ടിന് ഡോഫിനെ കാണാതിരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനിപ്പോ ആ ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് വന്നേക്കാണ്. അങ്ങനെ കുറച്ചു നേരം അവളുടെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജോണ് പെട്ടെന്ന് അകത്തേക്ക് കയറി വരികയാണ്. എന്നാൽ മാർട്ടിനെ അവിടെ കാണാനായിട്ടുണ്ടായിരുന്നില്ല. ജോണിന് എന്തോ ഒരു സംശയം വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് പുറത്തിറങ്ങി കയ്യിലൊരു പന്തുമായിട്ട് മാർട്ടിനെ ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് തിരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം മാർട്ടിൻ കാടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ ഒരു സമയത്ത് ജോണ് അവന്റെ അടുത്തേക്ക് പോയി പറയാണ്, എന്താടാ ടെന്റിന്റെ ഉള്ളിൽ മുഴുവനായിട്ടും നിന്റെ വാടയാണല്ലോ അടിക്കുന്നത്, നീ അവിടെ വന്നു പോയ കാര്യം ഞാൻ അറിഞ്ഞില്ല എന്നാണോ വിചാരിക്കുന്നത്? ഇനി ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കഴുത്തിലേക്ക് ഒരു കത്ത് ഞാൻ കേട്ടെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ചിട്ട് ജോൺ അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം ഇവർ കാടിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെർജന്റും അവന്റെ ടീമും ഏതോ ഒരു ട്രൈബിൽ പെട്ടിട്ടുള്ള ഒരു ലേഡി ഇങ്ങോട്ടേക്ക് ഓടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവളെ ഓടിച്ചുകൊണ്ട് രണ്ടാളുകളും വരുന്നുണ്ടായിരുന്നു. ഇവർ സമയം കളയാതെ പുറകെ ഓടി വന്ന്
വന്നിരുന്ന രണ്ടാളുകളെയും ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇപ്പൊ ഈ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു പ്രൈസിന്റെ അടുത്തേക്കാണ് വന്നത്. അയാളുടെ കഴുത്തിൽ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു കുരിശമാല കണ്ടിട്ട് അവൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൾ അണിഞ്ഞിട്ടുള്ള ആ ഒരു മാലയില് ഗോൾഡിന്റെ അംശം കണ്ടതും എല്ലാവരും അവളെ തന്നെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. ഇപ്പോ അവളോട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങളെപ്പോലെ ഗോൾഡ് തെരഞ്ഞിട്ട് ഒരു ടീം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവശേഷിക്കുന്ന ഒരാള് ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഇത് കേട്ടപാട് തന്നെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴിയും ചോദിച്ചിട്ട് അവളെയും കൂട്ടി അവർ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്ത് ചെറിയൊരു ട്രൈബ് വളരെ സമാധാനപരമായിട്ട് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും മീൻ പിടിക്കുക, അതുപോലെ തന്നെ പക്ഷിനെ വളർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരിങ്ങനെ അവിടേക്ക് വന്ന സമയത്ത് കുടിലിന്റെ ഉള്ളിൽ നിന്നും ഇപ്പൊ ഒരാൾ പുറത്തേക്ക് വരികയാണ്. അയാളിപ്പോ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇയാളാണ് ഇവർ തേടി വന്നിട്ടുള്ള ആ ഒരു സോൾജിയർ. സംസാരിച്ച് നോക്കിയ സമയത്താണ് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ട്രഷർ തേടി വന്ന ഗ്രൂപ്പില് ഇയാൾ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായത്. ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രൈബിന്റെ കയ്യിൽ നിന്നും ആക്രമണം നേരിട്ട് ഇയാള് മരിക്കാനായിട്ട് കിടന്ന സമയത്ത് ഇവരാണ് ഇവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടതും പിന്നീട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇയാളെ നേരാക്കി എടുത്തതും. ഇപ്പോ അയാളോട് കൂടുതൽ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അയാളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു മാപ്പ് ഈ ഒരു ഗോൾഡൻ വില്ലേജിന്റെ മാപ്പായിരുന്നു. അതിന് തൊട്ടടുത്തായിട്ട് ഒരു കറുത്ത വില്ലേജും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐലൻഡിന് ദ ഐലൻഡ് ഓഫ് വുമൺ എന്നാണ് പറയുന്നത്. ഇവിടെ മുഴുവനായിട്ടും സ്ത്രീകൾ മാത്രമാണ് താമസിക്കുന്നത്. അവിടെ ഒരൊറ്റ പുരുഷന്മാർ പോലും ഇല്ല. വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ആണുങ്ങൾക്ക് അവിടേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുള്ളൂ. അതിലുണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനെ അപ്പൊ തന്നെ കൊന്നുകളയും. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വളർത്തി വലുതാക്കി നല്ലൊരു സോൾജർ ആക്കി മാറ്റും. ഈ ഒരു വില്ലേജിലുള്ള ഒരു ഒറ്റ പെണ്ണ് നമ്മുടെ വില്ലേജിലുള്ള ഒരു 10 ആണുങ്ങൾക്ക് സമമാണ് എന്നൊക്കെ അയാളിപ്പോ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പാനിക് ആവുകയാണ്. ഇതേ സമയത്ത് തന്നെ രാജാവിന്റെ ആ ഒരു റൈറ്റർ ഉണ്ടായിരുന്നല്ലോ, അയാള് ഇവരുടെ വഴികാട്ടിയോട് സംസാരിച്ചിട്ട് അവരുടെ ഭാഷ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു വില്ലേജിലുള്ള ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവനോട് പറയാണ്, നിനക്ക് മക്കൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആരോഗ്യമുള്ള മക്കളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നിലൊരു മകൻ ഉണ്ടാവാനായിട്ട് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ടപ്പോ തന്നെ ആശാൻ അവളെയും പിടിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. കുറച്ചു സമയത്തിന് ശേഷം രണ്ടുപേരും പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ടിട്ട് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു പ്രൈസ്റ്റ് ഉണ്ടല്ലോ, അയാളാണെന്നുണ്ടെങ്കിൽ അവളെ പിടിച്ച് ഇപ്പൊ അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നീ ഇതുപോലുള്ള തെറ്റുകളൊന്നും ചെയ്യാനായിട്ട് പാടില്ല, നിന്റെ ശരീരത്തിൽ സാത്താനുണ്ടെന്നൊക്കെ അയാളിപ്പോ വിളിച്ചു പറയാണ്. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ സർജന്റെ ടീമിന് നല്ല രീതിയിൽ കലിപ്പളകുന്നുണ്ട്. ഒരുത്തൻ നേരെ വന്നിട്ട് ആ ഒരു പ്രൈസിന്റെ മോന്തയ്ക്ക് തന്നെ കുത്തുകയാണ്. കുറെ നാളായി ഇവനെ സഹിക്കാനായിട്ട് തുടങ്ങിയിട്ട്. ഒരു പരിധി വരെയൊക്കെ ഞങ്ങൾ ശ്രമിക്കും, ഇതിന്റെ മുകളിൽ കയറി കളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർത്ത് കളയുന്ന തന്നെ പറയാണ്. അന്ന് വൈകുന്നേരം തന്നെ ഇവരുടെ ആ ഒരു യാത്ര ഇവർ വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വൈസ്രോയുടെ ടീം ഇവരെ തൊട്ടു ബേക്കിൽ എത്തിയതായിട്ട് ഇവർക്ക് മനസ്സിലാവുകയാണ്. ഇവരെങ്ങനെയാണ് കൃത്യമായിട്ട് ഈ ഒരു ഡയറക്ഷൻ കണ്ടിട്ട് ഇവർ ഇവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാള് ഇവർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തും അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് തീ കൂട്ടിയിട്ട് ഇവർക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ തന്നെ ജോണ് അവനെ കൊന്നു കളയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. മാർട്ടിൻ ഇപ്പൊ ജോണിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാനൊരു 4 പേരെയും കൂട്ടിയിട്ട് വേറൊരു ഡയറക്ഷനിലേക്ക് പോയിട്ട് അവരുടെ ദിശ തെറ്റിക്കാനായിട്ട് ശ്രമിക്കാം എന്നൊക്കെ അവനിങ്ങനെ പറയാണ്. ഇപ്പൊ ജോണും ഓക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൻ അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള മറ്റൊരു കാര്യം മാർട്ടിൻ ഇപ്പൊ ജോണിനോട് പറയാണ്, ഡോഫിയും ഞങ്ങളുടെ കൂടെ വരണമെന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ജോൺ ആണെന്നുണ്ടെങ്കിൽ മാർട്ടിന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയാണ്. നീ എന്നെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണ് അവളെ കൂടെ കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഡോഫിയ മാർട്ടിന്റെ കൂടെ പോവാന്ന് സമ്മതിക്കുകയാണ്. മാർട്ടിൻ ഇപ്പൊ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രൈസ്റ്റിനെയും അതുപോലെ തന്നെ ഡോഫിനെയും പിന്നെ മറ്റൊരു 3 ആൾക്കാരെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ്. അവർ പോയിട്ട് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ട്. ഇപ്പൊ പ്രൈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പ്രാർത്ഥനകൾ ചൊല്ലുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു വൈസ്രോയുടെ ടീം ഇവരെ ചുറ്റി വളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വൈസ്രോയുടെ ടീം പുറത്തേക്ക് വരികയാണ്. ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ മുന്നോട്ടേക്ക് വന്നിട്ട് നിങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ട്രൈബ്സിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ആ ഒരു ആക്രമണത്തിൽ എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടു. ഇനി ഞങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആ ഒരു ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സന്തോഷമാവുന്നുണ്ട്. അയാളിപ്പോ ഈ ഒരു പെണ്ണിനെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും തന്നെ കൊന്നു കളയാനായിട്ട് ഓർഡർ ഇടാണ്. എന്നാൽ അടുത്ത നിമിഷം ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെടിയുണ്ടകളും കുന്തകളും ചീറിപ്പാഞ്ഞു വരികയായിരുന്നു. നോക്കുന്ന സമയത്ത് ഇവരുടെ ടീം മറ്റൊരു സ്ഥലത്തായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഒളിയാക്രമണം നടത്തിയിട്ട് വൈസറുടെ ടീമിലുള്ള എല്ലാരും തന്നെ കൊന്നു കളയാണ്. ഇനി 4-5 ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോ അവരെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. മാർട്ടിൻ വന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാന്ന് പറയാണ്. എല്ലാരും ഇവരുടെ കൂടെ തന്നെ പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇതിലുണ്ടായിരുന്ന ഒരുത്തൻ മാത്രം ഡോഫിനെ നോക്കിയിട്ട് എന്തൊക്കെയോ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ജോൺ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കരി വരുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന കത്തി അവന്റെ നെഞ്ചത്തേക്ക് തന്നെ ഇറക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇവരുടെ ടീമിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും കൂട്ടിയിട്ട് ഇവരുടെ ട്രഷർ ഹണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇവരിപ്പോ പോയിട്ട് ഈ ഒരു കാട്ടിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അതായത് ഒരു ട്രൈബ് ഗ്രൂപ്പിന്റെ ഏരിയ ആയിരുന്നു അത്. ഈ ഒരു ട്രൈബ്സ് മനുഷ്യ മാംസം കഴിക്കുന്ന ട്രൈബ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര അഗ്രസീവ് ആണ്. അവിടെ ഇവിടേക്കായിട്ട് ഒരുപാട് മനുഷ്യന്മാരുടെ തലയോടുകൾ ഇങ്ങനെ കമ്പിൽ കോർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വഴികാട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രൈബ്സിനെ പറ്റി എല്ലാ കാര്യങ്ങളും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവർ ഭയങ്കര
ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നും നമുക്ക് ഒരു രീതിയിലും ഇവരോട് സന്ധി ചെയ്യാനായിട്ട് പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിപ്പോ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡറിൽ ക്യാമ്പ് ചെയ്തിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ അവരിപ്പോ റെഡിയാക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ ടീമിലുണ്ടായിരുന്ന രണ്ടാളുകളെ ആ ഒരു ട്രൈബ്സിനെ നിരീക്ഷിക്കാനായിട്ട് സ്പൈ ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഇങ്ങനെ സ്പൈ ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്ന ആ ഒരു സോൾജർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ നമ്മുടെ മാർട്ടിന്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ ഇവിടെ വെച്ച് മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഗോൾഡിന്റെ ഭാഗം അത് നീ കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങണം, എന്നിട്ട് എന്റെ അമ്മയ്ക്ക് കൊടുക്കണം. അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡ് മുഴുവനും നീ എടുത്തോന്ന് പറയാണ്. സെർജന്റ് ഇപ്പോ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ അവിടേക്ക് പോയിട്ട് എന്തെങ്കിലും പ്രശ്നമായാല് ജീവനോടെ ഒരിക്കലും അവരുടെ കയ്യിൽ പെടാനായിട്ട് പാടില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവനെ കാട്ടിലേക്ക് അയക്കുകയാണ്. അവൻ പോയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇതുവരെ അവൻ തിരിച്ചെത്തിയിട്ടില്ല. ഇനിയും അവനെ വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിട്ട് ആ ഒരു ഭാഗത്തു കൂടി മെല്ലെ ക്രോസ് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോ. എന്നാൽ ഈ ഒരു സമയത്ത് ഇവരെ വഴികാട്ടാൻ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രൈബിലെ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആവാണ്. ഇപ്പൊ സർജന്റും മെല്ലെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അവര് എത്ര ദൂരത്തിലാണ് നിൽക്കുന്നതെന്നുള്ളത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? സർജന്റ് അവർ ഇവിടെ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും അധികം ദൂരെ ആവാനായിട്ടുള്ള സാധ്യതയില്ല. ഇത് പറഞ്ഞു തീർന്ന അതേ സമയത്ത് തന്നെ ഒരു വിഷാമ്പ് പാഞ്ഞു വന്നിട്ട് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തന്റെ കണ്ണിൽ കൂടെ തന്നെ കയറുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും തയ്യാറായിട്ട് അവരുടെ ആയുധങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഭാഗത്തൊന്നും ഒരാളെ പോലും കാണാനായിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സൈലന്റ് ആയിട്ടായിരുന്നു ആ ഒരു ഗ്രാമം കിടക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പേടിയാവുന്നുണ്ട്. ആരാണ് എപ്പോഴാണ് എവിടുന്നാണ് ചാടി വീഴുന്നതെന്നൊന്നും ആർക്കും പറയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വിഷം പുരട്ടിയിട്ടുള്ള അമ്പുകളുമായിട്ട് ഒരു കൂട്ടം ആ ഒരു ഭാഗത്തേക്ക് ഓടി വരികയാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ മേത്തേക്ക് ആ ഒരു അമ്പുകൾ തുരുതുരാന്ന് വന്ന് തറയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവരും വാളുകളും കത്തികളും ഉപയോഗിച്ചിട്ട് വരുന്നുണ്ടായിരുന്ന ആൾക്കാരെ മുഴുവനും വെട്ടി വീഴ്ത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. അതിനുശേഷം ഒരു ഹട്ടിലേക്ക് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവര് ഈ ഒരു ഗ്രാമത്തിലേക്ക് സ്പൈ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നില്ലേ, അവനൊരു കാലില്ലാതെ അവിടെ അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കണ്ടിട്ട് നമ്മുടെ ജോൺ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഈ ഗ്രാമത്തിലുള്ള മൊത്തം കുട്ടികളെയും സ്ത്രീകളെയും എല്ലാരെയും കൂട്ടിയിട്ട് വരാനായിട്ട് അവനിപ്പോ ഓർഡർ ഇടാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഇപ്പൊ അവർ കൂട്ടിയിട്ട് വരുന്നുണ്ട്. ഇവർ ഇവിടെ വെച്ച് തന്നെ കൊല്ലുന്ന ജോൺ ഇപ്പൊ ഓർഡർ കൊടുക്കുകയാണ്. എന്നാലും മാർട്ടിൻ അന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ മുന്നോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. മാർട്ടിനും ജോണും തമ്മിൽ പല കാര്യങ്ങളും പറഞ്ഞ് ഇപ്പൊ തർക്കത്തിലാവാണ്. ഇതേ സമയത്ത് തന്നെ ജോണിന്റെ ആളുകള് ആ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാനായിട്ട് വാളുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇവരെ വഴികാട്ടി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രൈബിലെ മനുഷ്യൻ ഇപ്പോ അവരുടെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ്. ഇത്രയും കാലം ഇവരെ വഴികാട്ടി ഇവിടെ വരെ കൂട്ടിക്കൊണ്ടുവന്നു, പല ആപത്തുകളിൽ നിന്നും ഇവരെ രക്ഷിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ അവന്റെ വയറ്റിലേക്ക് തന്നെ ജോണിന്റെ ആൾക്കാരെ കത്തി ഇറക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് സർജന്റ് ആണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. സർജന്റ് ഇപ്പോ കയ്യിലുള്ള വാളുമായിട്ട് ചാടി വീണ് ഇയാളെ കൊന്നിട്ടുള്ള സോൾജറിനെ അവിടെ വെച്ച് തന്നെ തീർക്കുകയാണ്. മാർട്ടിൻ ഇപ്പോ സ്ത്രീകളെയും കുട്ടികളെയും അവിടെ വിട്ടിട്ട് മുന്നോട്ടേക്ക് പോവാണ്. അന്ന് രാത്രി ഇവർ ഈ ഒരു കാടിന്റെ ഉള്ളിൽ ക്യാമ്പ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പല വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിറ്റേ ദിവസം വരെ എണീറ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു പ്രൈസ്റ്റിനെ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഒരു മലയുടെ മുകളിൽ നിന്ന് ഇപ്പോ ശബ്ദം വരികയാണ്. പെട്ടെന്ന് തന്നെ ഇവർ കയ്യിലുണ്ടായിരുന്ന കയറൊക്കെ ആയിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് കയറി നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ചതുപ്പില് ഫാദർ പെട്ട് കിടക്കുകയാണ്. നൈറ്റ് ഇതിലേക്ക് പോയിട്ട് എങ്ങനെയൊക്കെയോ വന്ന് പെട്ടതാണ് അയാൾ ഇവിടെ. ഈ ടീമാണെന്നുണ്ടെങ്കിൽ അയാളോടുള്ള കലിപ്പ് കാരണം അയാളെ രക്ഷപ്പെടുത്താതെ അവിടെ തന്നെ വിടുകയാണ്. അങ്ങനെ ഇവർ ഓരോരോ സ്ഥലങ്ങളും ഓരോരോ ഗ്രാമങ്ങളും താണ്ടിയിട്ട് ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് ഇപ്പോ. അതുപോലെ തന്നെ സെർജന്റിന്റെയും ജോണിന്റെയും ടീമിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പക വെറുപ്പ് അത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെർജന്റ് മാർട്ടിനെ വിളിച്ചിട്ട് പറയാണ്, ജോണിന്റെ ടീം നമ്മളെ ആക്രമിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനു മുന്നേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിരിക്കാനായിട്ട് അവർ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊക്കെ അയാൾ ഇപ്പൊ പറയുന്നുണ്ട്. ഇയാൾ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ജോൺ അങ്ങോട്ടേക്ക് വന്നിട്ട് മാർട്ടിന്റെ അടുത്തും അതുപോലെ തന്നെ മാർട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ആളോടും ഇവർ ഇനി ചെല്ലാൻ പോകുന്ന ആ ഒരു ഭാഗമൊക്കെ നിരീക്ഷിച്ചിട്ട് വരാനായിട്ട് പറയാണ്. ഇവർ പോയി അധിക സമയം ആവുന്നതിന് മുന്നേ ആ ഒരു രാജാവിന്റെ ആളുണ്ടായിരുന്നല്ലോ, ജേണലും കാര്യങ്ങളൊക്കെ എഴുതുന്നത്, അയാളെ കൊല്ലാനായിട്ട് ജോൺ ഇപ്പൊ മുന്നോട്ടേക്ക് വരികയാണ്. അയാളിപ്പോ ജോൺ വന്ന് കൊല്ലുന്നുണ്ട്. അതിനുശേഷം ഒറ്റയ്ക്കായി പോയി നമ്മുടെ സർജന് നേരെ ജോൺ ഇപ്പൊ വാളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജോണിന്റെ കൂട്ടത്തിലുള്ള രണ്ടുപേര് ബുള്ളറ്റ് കൊണ്ട് തെറിച്ചു വീഴാണ്. ശരിക്കും മാർട്ടിനും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളും പോയിട്ടുണ്ടായിരുന്നില്ല. അവരൊരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഇവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിപ്പോ കാടിന്റെ ഉള്ളിൽ നിന്നും ചാടി വീഴുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഫൈറ്റില് ജോണിനെയും ടീമിനെയും അവർ തീർക്കുകയാണ്. സർജന്റ്, മാർട്ടിൻ, അതുപോലെ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗവർണറുടെ കൂടെ ഉണ്ടായിരുന്ന സെർവൻ ഉണ്ടായിരുന്നില്ലേ, അയാള്, സർജന്റിന്റെ ടീമിലുണ്ടായിരുന്ന ഒരാള്, ഇവര് 4 പേര് മാത്രമേ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഡോഫയും അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയാണ്. ഇവർ അടുത്ത് നേരിട്ടുള്ള അപകടം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അഗ്രസീവ് ആയിട്ടുള്ള ട്രൈബ് ആയിരുന്നു. ഇവർക്ക് നേരെ അത് അമ്പ് ചെയ്യാണ്. ഈ ഒരു ആക്രമണത്തില് ഗവർണറുടെ സെർവന്റിന്റെ നെഞ്ചിലേക്കും ഒരു അമ്പ് വന്ന് കയറുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ വേദന സഹിക്കാതെ ഉറക്കെ കരയാണ്. ഈ ഒരു കരച്ചിൽ കേട്ടിട്ട് ട്രൈബിൽ പെട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നു വിചാരിച്ചിട്ട് അവനെ അവിടെ വെച്ച് തന്നെ ഇവര് കഴുത്തിൽ കത്തി കയറ്റി കൊല്ലുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ മറ്റൊരു അമ്പ് നമ്മുടെ സർജന്റെ നെഞ്ചിലേക്ക് തന്നെ കയറാണ്. എന്നാലും ഇവർ ഒരു വിധത്തില് സർജനെ തൂക്കി അവിടുന്ന് മെല്ലെ ശബ്ദമുണ്ടാക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ സർജന്റ് പറയാണ്, എന്നെ കൂടെ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വേഗത കുറയും, അത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്താവും. അതുകൊണ്ട് എന്നെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കോ എന്ന് പറയാണ്. ഇപ്പൊ സർജന്റ് അയാളുടെ വാള് മാർട്ടിന് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരവിടുന്ന് പറഞ്ഞയക്കുകയാണ്. മാർട്ടിനും കൂടെ ഉണ്ടായിരുന്ന മറ്റേ ആളും കൂടിയിട്ട് കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാപ്പ് ഫോളോ ചെയ്തിട്ട് അവർ അന്വേഷിച്ചു വന്നിട്ടുള്ള ആ ഒരു ഗോൾഡൻ വില്ലേജിലേക്ക് എത്തുന്നുണ്ട്. ഒരു മലയുടെ മുകളിൽ നിന്ന് അവർ ഇത് കാണുകയാണ്. അങ്ങനെ ഒരു വിധത്തില് ഇവർ അവിടേക്ക് പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഇവർ കെട്ടിയിട്ട്
ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹട്ടിന്റെ മുകളിലൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള കടലിന്റെ മണ്ണ് നിരത്തിയിട്ടുണ്ട്. ഇത് സൂര്യവെളിച്ചം അടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തിളങ്ങും. ആ ഒരു കാര്യം കണ്ടിട്ടാണ് ഇത് സ്വർണ്ണ നഗരമാണെന്നുള്ളത് ആരോ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് എത്ര ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഈ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവർ രണ്ടുപേരും വളരെ വിഷമത്തോടെ തന്നെ ആ ഒരു ഗ്രാമത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിനിടയിൽ മാർട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേയാൾ പറയാണ്, ഈ ഒരു കടൽ കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൈന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തും. അതിലെ ഒരു സിൽക്ക് റൂട്ട് പോകുന്നുണ്ട്. ആ വഴിയാണ് വിലമതിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മൾ അവിടെ എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ പണക്കാരാവാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം കേട്ടിട്ട് മാർട്ടിനാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൊടിയായിട്ട് കടലിന്റെ തീരത്തേക്ക് പോവാണ്. ആ ഒരു കൊടി അതിശക്തമായിട്ട് തന്നെ ആ ഒരു കടൽ തീരത്ത് അവൻ നാട്ടുന്നുണ്ട്. ഇനി ഈ ഒരു കടൽ എനിക്ക് സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭ്രാന്തമായി അവൻ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനായിട്ട് മറക്കല്ലേ. അതുപോലെ നമ്മുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ശ്രമിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.